എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പോക്കുണ്ട് മക്കളെ, നിങ്ങൊരു നോക്കല് നോക്ക്. സ്പീഡിലൊരു പോക്ക്, അതേ സ്പീഡിൽ ബയ്യോട്ട് വരുന്നത്. വ്ളോഗ് എടുക്കണ്ടേ, അങ്ങനെ ക്യാമറ മേങ്ങാൻ വേണ്ടിയിട്ട് ബയ്യോട്ട് വന്നെ. ആ ക്യാമറാവും മേങ്ങിട്ട് ഈ ഗഡുബുഡ് റോട്ടിലെ ഒരു പോക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് താഴെ നിർത്തി നോക്കുമ്പോ ചെക്കന്റെ ചെറുപ്പ് വീണ്. അത് പറക്കാനായിട്ട് പോയ ഓളും വീണ്. ഞാൻ ചിരിച്ചിട്ടാ, കാരണം ഞാൻ ഒരാളെ വീഴ്ചയിലും ചിരിക്കുന്ന ആളല്ല. ഓളെന്നെ ചെറുപ്പ് ഇടിച്ച് അങ്ങനെ ഓളയും കയറ്റിട്ട് ഓനോട് വണ്ടി ഓട്ടാൻ ചൊല്ലി. ഓന്റെ ഒരു പോക്കുണ്ട് 5 സ്പീഡിൽ തേനീച്ച പറക്കും പോലല്ലേ പറപ്പിച്ചത്. വേണമെങ്കിൽ നിങ്ങൾ തന്നെ സൗണ്ട് കേട്ടു നോക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പായില്ല ഞാൻ കളി ചൊല്ലിയതല്ലാന്ന്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ അലിബാബ മുതലാളി സേതുച്ചാൻ്റെ പേരിൻ്റെ അടുത്ത് വണ്ടിയും പാർക്കാക്കിയിട്ട് റോഡിൻ്റെ 2 സൈഡിലും വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അങ്കനവാടിക്ക് വിട്ട് പോന്ന പോക്കാണുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകുന്നതെന്ന് സ്ലോയിൽ നടന്നുകൊണ്ടായി കുറച്ച് സ്പീഡിൽ നടത്തിച്ചിട്ട് ഞങ്ങൾ ഇപ്പം അങ്കനവാടിക്ക് എത്തി. അങ്കനവാടിൻ്റെ സൈഡിൽ കുറേ പുള്ള ചെറുപ്പെല്ലാം അയച്ചു വെച്ചിട്ടുണ്ടായി. ആടനെ എൻ്റെ പുള്ളവും ചെറുപ്പ് അയച്ചിട്ട് ഇതാ അങ്കനവാടിക്ക് കയറുന്നത്. ആനയിക്കാൻ ആരും ഇല്ലാത്തതിനോട്ട് ഓരെന്നെ പിടിച്ചിട്ട് കയറുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് ചൊല്ലിട്ട് എൻ്റെ മോൻ്റെ മാസ്റ്റർ പീസ് സാധനം ഉണ്ടെന്ന്. നിങ്ങൾ മറക്കാതെ ഇല്ല നോക്കിക്കോളൂ. ഇതാ തുടങ്ങിയല്ലോ ടാറ്റ നമ്പർ 1. മോള് ടീച്ചറിനോട് എല്ലാം ഉണ്ട്, ഇതാ ആടെ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ ശരിക്കും നോക്കിക്കോളി. ഓന് കുറെ ടാറ്റ ആക്കുന്നത്, അത് 2ാമത്തെ ടാറ്റ. ഞങ്ങൾക്ക് ഇനി എണ്ണാൻ കഴിയല്ലവേ, നിങ്ങൾ തന്നെ എണ്ണിക്കോളി. ഞങ്ങൾക്കിടെ വോയിസ് ഓവർ കൊടുക്കണം. ഞാൻ ഇന്നലെ ഓനക്ക് ഷെയ്ക്കാണ്ട് കൊടുത്തിട്ടാലോ, അങ്ങനെ ഇന്ന് ഷെയ്ക്കാണ്ട് കൊടുക്കാൻ ഓന് മൈൻഡ് ആക്കുന്നില്ല. ലാസ്റ്റ് ഷെയ്ക്കാണ്ട് തന്ന്. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പുള്ളവും ടാറ്റാക്കുന്നുണ്ട്. ഏതായാലും നമ്മളെ പുള്ളെല്ലാം പഠിക്കുന്ന അങ്കനവാടിയല്ലേ എന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ക്യാമറ തിരിക്കുമ്പോൾ ടീച്ചറും അവിടെ നിന്നിട്ടുണ്ട്. ഞാൻ ഓരോടെല്ലാം ബായ് ചലിട്ട് ഇങ്ങനെ തിരിയുമ്പോഴേക്ക് കറുത്തൊരു രൂപം. ഞാൻ പേടിച്ചോയി. ഇത് വേറെ ആരുമല്ലപ്പാ, നമ്മളെ കസിൻ ബ്രോന്റെ വൈഫ് ആസ്മാവും പുള്ളവും വന്നിന്. അതാ അർവാവും കയറി, ഇപ്പൊ ആസുവും കയറും. ഇപ്പവും നമ്മളെ ചെക്കന് ടാട്ടായിക്കൊണ്ട് തന്നെ ഉണ്ട്. ഓൻ ടാട്ടാക്കുന്ന കണ്ടിട്ടാന്ന് അറിയില്ല, അറുവും ടാട്ടാക്കി. അങ്ങനെ അറുക്ക് ബാഗും കൊടുത്തിട്ട് ഇപ്പൊ ആസ്മാവും പോവും. ഈ ആസുവിന് ടൈമിങ് എന്നുള്ള സാധനമേ ഇല്ല. ഇതാ മുപ്പാട്ട് ചൊല്ലി ആസു ഇപ്പൊ കയറുന്നത്ര. ഏതായാലും നമ്മളെ പുള്ള തന്നെയല്ലേ, നമുക്ക് കുറച്ച് മ്യൂസിക് എല്ലാം ഇട്ടിട്ട് ഉസാറാക്കാല. അങ്ങനെ ഒരു പാട്ടെല്ലാം കേട്ടോണ്ടായി ഞാൻ നല്ല പോവാൻ കഴിഞ്ഞാ. അതാ പുള്ള ടാട്ടാക്കുന്നുണ്ട്. ഞാൻ നല്ല ബൈക്കിന്റെ അടുത്തൊക്കെ പോകുന്ന, ബൈക്കിലിരുന്നിട്ട് ഒന്ന് സൂമാക്കി നോക്കി. പുള്ള അടന്നെ ഉണ്ടവേ, ഓറിപ്പോഴും ടാട്ടാക്കുന്നത്. ഒന്നും കൂടി സൂം ഔട്ട് ആക്കിയിട്ട് സൂമിനാക്കുമ്പോൾ മോനാടെ ടാട്ടാൽ തന്നെ ഉണ്ട്. ഞാൻ ഏതായാലും ബൈക്ക് കൊടുത്തിട്ട് സ്പീഡിൽ പോയി. ഇന്നലെ പുള്ളറെ എത്തിയിട്ട് വരുന്നിട്ട് ഞങ്ങൾക്ക് ഇതാ വീഡിയോ ഒന്നും നേരെ കാണിക്കാൻ കഴിഞ്ഞിട്ടാ. ഇപ്പൊ നോക്കിക്കോളി, ഇങ്ങനത്തെ റോട്ടിലാണ് ഞങ്ങൾ പുള്ളറെ എത്തിയിട്ട് വന്നത്. അങ്ങനെ കാടും മലയെല്ലാം കടന്ന് രാജാവ് രാജകൊട്ടാരത്തിലെത്തി. രാജാവിന്റെ വരവും കാത്തോണ്ടായി നമ്മളെ പൂച്ച സാറ്. ഞാൻ എന്ത് കാണുന്നേ, പൂച്ച സാറല്ല ആടെ ജയിലില് കമ്പി എണ്ണുന്നത്, സോറി ജനലിലെ കമ്പി എണ്ണുന്നത്. ഞാൻ അടുത്ത് ചോദിച്ചപ്പോ കമ്പി എണ്ണുന്നല്ല, എന്നെയും എന്താ കൊണ്ടാതെ നിന്റെ പുള്ളറെ മാത്രം കൊണ്ടുപോയി എന്താന്നിട്ട് ചൊടി, നീ ചൊടിക്കണ്ട, അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഞാനൊരു ഉമ്മാവും വെച്ചിട്ട് അപ്പുറത്തല്ലേ പോകുമ്പോ പൂച്ച സാറ് എന്നാട്ടി മുന്നേ എത്തിന്. ആ പൂച്ച സാറിനൊന്ന് തലോടി മയക്കി കടത്തി ഉറക്കിയിട്ട് ഞാൻ ഈ വ്ളോഗ് എടുക്ക് തീർക്കുന്നവ. നമ്മളെ സിങ്ക വ്ളോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്കനവാടിന്റെ ഫുള്ള് വ്ളോഗ് ഇടാണ്ടവ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ആയിക്കോളി.